കഴിഞ്ഞ ആഴ്ചയിൽ നിക്കോളാസ് മഡുറോ വെനിസ്വേലൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പത്നിയെയും അമേരിക്കൻ ഭടന്മാർ വെനിസ്വേലയിൽ ചെന്ന് അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോവുകയുണ്ടായി. ഈ ഓപ്പറേഷൻ നടക്കുന്നതിൽ ഇപ്പോൾ പറയുന്നത്, അനൗദ്യോഗികമായിട്ട് പറയപ്പെടുന്നത്, ഒരു സോണിക് വെപ്പൺ അമേരിക്കൻ ഭടന്മാർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഈ സോണിക് വെപ്പണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് അനുഭവിക്കുന്ന ഭടന്മാർക്ക് പുറത്ത് മുറിവുകളും ഒന്നും ഉണ്ടാകുകയില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ നിന്ന് രക്തം പുറപ്പെടുകയും അത് വായിലും മൂക്കിലുമൊക്കെ നിറയുകയും എല്ലാം ചെയ്യും. അവർ ബോധരഹിതരായി വീഴും എന്നുള്ളതാണ്. ഇത് ഉപയോഗിക്കുന്നവർക്ക് ഒന്നും പറ്റാതിരിക്കണം. അതായത് അതിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു കവറുള്ള വസ്ത്രം ഉപയോഗിച്ചാൽ മാത്രമേ അത് ഉപയോഗിക്കുന്ന സൈനികർക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഇതിനെപ്പറ്റി ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇത് പല മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇത് പറയുന്നത് അതിൽ നിന്നും രക്ഷപ്പെട്ട ഒരു വെനിസ്വേലൻ സൈനികൻ്റെ അദ്ദേഹം പറയുന്നതായിട്ടാണ്. അപ്പോൾ ഇത് വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു ആയുധമാണത്രേ. അമേരിക്കക്കാർ ഡെവലപ്പ് ചെയ്ത് എവിടെയെങ്കിലും ഉപയോഗിക്കാനായിട്ട് വെച്ചിരുന്ന ഒരു ആയുധമാണ് ഇത് ഉപയോഗിച്ചിരുന്നതെന്ന്. കാരണം ആദ്യം അറിഞ്ഞിരുന്നത് CIA വളരെ കാര്യമായിട്ട് കൈക്കൂലിയെല്ലാം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരെയെല്ലാം കയ്യിലെടുത്തതിന് ശേഷം അവിടെ സുഖമായി ഇറങ്ങി ഒരു അമേരിക്കൻ പട്ടാളക്കാരന് പോലും ഒരു പരക്കുമേൽക്കാതെ വെനിസ്വേലയുടെ പ്രസിഡൻറ്റിനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയി എന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്തയും വരുന്നുണ്ട്. അതായത് അവിടെ ഇറങ്ങിയ അമേരിക്കൻ പട്ടാളക്കാർ ഉപയോഗിച്ച ആയുധങ്ങൾ, മിസ്റ്ററി ശബ്ദം, സോണിക് ആയുധം, അത് ഉപയോഗിച്ചപ്പോൾ വെനിസ്വേലൻ സൈന്യത്തിൻ്റെ നൂറുകണക്കിന് ആൾക്കാർക്ക് ഈ രീതിയിലുള്ള ഇൻറ്റേർണൽ ഇഞ്ചുറി ഉണ്ടായി. അവരെല്ലാം ഒന്നും ചെയ്യാനാകാതെ കിടന്നുപോയി എന്നാണ് പറയുന്നത്. ഇത് ശരിയാണോ എന്ന് അറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളിലും ഇതുപോലെയുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളും ഇത്തരം ആയുധങ്ങളും അതിനെ എതിരെ പ്രതിപ്രവർത്തനം നടത്തുന്ന കാര്യങ്ങളും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്.